എന്തുകൊണ്ടാണ് പൊന്നിൻ ചിങ്ങമാസത്തെ പൊന്നിൻ ചിങ്ങമാസം എന്ന് വിളിക്കുന്നത്? കാരണം കൊന്നകൾ പൂത്ത് എല്ലാ സ്ഥലവും മഞ്ഞയായിരിക്കുന്നു. ആദ്യം മനസ്സിലാക്കേണ്ടത് ഓണമാണ്, വിഷു അല്ല എന്നുള്ളതാണ്. കൊന്ന പൂക്കുന്നത് വിഷുവിനാണ്, ഓണത്തിനേ അല്ല. ഇത് തലയിൽ പൂ വെച്ചതാണോ റീത്ത് വെച്ചേക്കുവാണോ എന്നത് വട്ടത്തിൽ വെച്ചേക്കുന്നത് ഓണമാണ്. ഈ പൊട്ടനെ ദുഷ്ടൻ ചതിച്ചാൽ ദുഷ്ടനെ ദൈവം ചതിക്കും എന്ന് പറയും. കാരണം ഓണത്തിന് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ളൊരു സാധനമാണ് മാവേലി എന്ന് പറയുന്നത്. മഹാബലിയുടെ വേഷം കെട്ടി കൊടയും ചൂടി ഘോഷയാത്രകളിൽ നടക്കാൻ ഒരാളെ വേണം. എന്നാൽ ഇയാൾക്ക് അത്യാവശ്യം വയറ് വേണം, തടി വേണം, നിന്നാൽ ഒരു രാജാവിന്റെ ലുക്ക് വേണം. ഒരുപാട് ക്വാളിറ്റീസ് ഉള്ളതേ ഉള്ളൂ മാവേലിയാവാൻ. എന്നാൽ അത്യാവശ്യം വയറും തടിയും പൊക്കം ക്വാളിറ്റിയൊക്കെ നല്ല കാശുള്ള വീട്ടിലെ ആൾക്കാർക്കാണ്. പണിയെടുത്ത് ജീവിക്കുന്നവൻ ഇതൊന്നും ഉണ്ടാകില്ല. എന്നാൽ നല്ല കാശുള്ള വീട്ടിലെ ഒരാളോട് ഘോഷയാത്രയ്ക്ക് മാവേലിയായിട്ട് വരുമെന്ന് വെച്ചാൽ അയാൾ പോവോ? അതുമില്ല. അപ്പൊ മാവേലിയുടെ ഈ ഡിമാൻഡ് കണക്കിലെടുത്ത് ഒരു 4 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഓണത്തിന്റെ തലേന്ന് എറണാകുളത്തുള്ള ഒരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, രമേശേ, തിരുവോണത്തിന്റെ വൈകുന്നേരം 5:30 മണിക്ക് ഞങ്ങൾക്ക് ഒരു മാവേലിയെ ഒപ്പിച്ചു തരണം. ഒരു രക്ഷയുമില്ല, ഞങ്ങൾക്ക് ആ ഒരു കോർപ്പറേറ്റ് ഇവന്റ് ആണ്, ഒന്നും ചെയ്യണ്ട, ഷോ തുടങ്ങുമ്പോൾ കുട പിടിച്ച് ഇങ്ങനെ എല്ലാവരും ഒന്ന് അനുഗ്രഹിച്ച് അതിലേ കയറി ഇതിലേ പോയാൽ മതി. ഞാൻ ചോദിച്ചു, എത്ര രൂപ കൊടുക്കാൻ പറ്റും നോക്കട്ടെ? 4 വർഷം. അപ്പോൾ അവർ പറഞ്ഞു 5000 രൂപ കൊടുക്കാം. എന്റെ മനസ്സിൽ ഒരു ലഡു ഒരൊറ്റ പൊട്ടങ്ങ് പൊട്ടി. ഞാൻ എന്റെ സുഹൃത്ത് ധർമ്മജനെ വിളിച്ചു. ധർമ്മനെ വിളിച്ചിട്ട് പറഞ്ഞു, ധർമ്മ, അർജന്റായിട്ടൊരു മാവേലിയെ കിട്ടണം. ഉടനെ ധർമ്മൻ എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് എത്ര രൂപ കൊടുക്കാൻ പറ്റും? ഞാൻ പറഞ്ഞു, നമുക്ക് അയാൾക്ക് ഒരു 3000 രൂപ കൊടുക്കാം. 2000 രൂപ ചുളിവിൽ ഞാൻ അപ്പം തന്നെ അതിൽ നിന്ന് മാന്തി. പിന്നെ ധർമ്മൻ പറഞ്ഞു, 3000 രൂപയ്ക്ക് സുഖമായിട്ട് മാവേലിനെ ഒപ്പിക്കാം. ധർമ്മന്റെ വീടിനടുത്തുള്ള അത്യാവശ്യം തടിച്ചു കൊടുത്തൊരു ചേട്ടനെ കണ്ടു. ചേട്ടൻ ധർമ്മനോട് ചോദിച്ചു, മാവേലിയുടെ വേഷമൊക്കെ ഞാൻ കേട്ടാ, നിങ്ങൾക്ക് എത്ര രൂപ എനിക്ക് തരാൻ പറ്റും? ധർമ്മൻ പറഞ്ഞു, ചേട്ടന് ഞാനൊരു 1000 രൂപ അങ്ങ് തരും. 2000 രൂപ ധർമ്മജനും മാന്തി. ആ ചേട്ടനെ സംബന്ധിച്ച് ഹാപ്പിയാണ്. ഒരു ലോഡ് കരിങ്കല്ല് ഇറക്കിയാലാണ് 1000 രൂപ കിട്ടുന്നത്. ഇതൊരു കിരീടവും വെച്ച് ഇങ്ങനെ നടന്നു പോയാൽ പുള്ളിക്ക് 1000 രൂപ കിട്ടും. അപ്പൊ എനിക്ക് 2000 കിട്ടി, ധർമ്മന് 2000 കിട്ടി. ആ പുള്ളിക്ക് ഓണമായിട്ട് ഹാപ്പിയാണ്. വെറുതെ ഒന്ന് നടക്കുന്നതിന് 1000 രൂപ കിട്ടും. അങ്ങനെ കാര്യങ്ങളെല്ലാമായി ഫംഗ്ഷന് പുള്ളിനെ പറഞ്ഞു വിട്ടു. ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയിൽ നിന്ന് എനിക്ക് ഇത്രയും നീളത്തിൽ താങ്ക് യു, ആ വൈയും ഓയും ഓ യു 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 എന്നും പറഞ്ഞുള്ള ഒരു മെസ്സേജ് എനിക്കും കിട്ടി. അടുത്ത ദിവസം രാവിലെ ഇവന്റ് മാനേജ്മെന്റ് കമ്പനി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ആ ഹോട്ടലിലേക്ക് ഒന്ന് വിളിക്കണം കേട്ടോ, ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഫോൺ ഓഫ് ചെയ്ത് വെച്ചു. ഞാൻ തിരിച്ച് ആ ഹോട്ടലുകാരെ വിളിച്ചപ്പോഴാണ് സംഭവം അറിഞ്ഞത്. മാവേലി പരിപാടിയൊക്കെ കഴിഞ്ഞ് കിരീടമൊക്കെ ഊരി വെച്ച് കഴിഞ്ഞപ്പം അവരവിടെ ചെറിയ കള്ളുകൂടി പറഞ്ഞു തുടങ്ങി. മാവേലി മീശയൊക്കെ തുടച്ചു കഴിഞ്ഞപ്പോൾ ആർക്കും മനസ്സിലായില്ല. മാവേലി കൂടിയ സാധനം ഒരു 6 എണ്ണം ഫ്രീ ആയിട്ട് കിട്ടുന്നതല്ലെന്ന് അടിച്ചിട്ട് അവിടെ ഒരു തോട്ടത്തിൽ കിടന്നു. രാത്രി ഗേറ്റ് അടയ്ക്കുന്നതിന് മുമ്പ് സെക്യൂരിറ്റി നോക്കിയപ്പോൾ തോട്ടത്തിലൊരാൾ കിടക്കുന്നു. ഇത് ഈ കമ്പനിയുടെ MDയോ വല്ലവരും ആയിരിക്കും ഓർത്ത് നേരെ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ഇവിടെ ഒരാൾ കിടപ്പുണ്ട്, അയാളെ എടുത്ത് കിടത്തിക്കോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ കിടത്തിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ആ ഹോട്ടലിലെ സ്യൂട്ട് റൂമിൽ രാത്രി ഇയാളെ കയറ്റി കിടത്തി ഉറക്കി. രാവിലെ ഇയാൾ എണീറ്റ് വീട്ടിലോട്ടും പോയി. ആ സ്യൂട്ട് റൂമിന്റെ ബില്ല് 12,500 രൂപയും ടാക്സും കൃത്യമായിട്ട് എൻ്റെ കയ്യിൽ നിന്നും പോയി. ഞാൻ പറഞ്ഞത്, മാവേലിയുടെ കയ്യെ പറ്റിക്കാൻ നോക്കിയപ്പോൾ 1000 രൂപ കിട്ടേണ്ട അടുത്ത് 12,000 രൂപ നഷ്ടമായി. ഇവിടെ പരസ്പരം ചതിച്ചും കുഴിവെട്ടിയും കള്ളമില്ല പൊളിവചനങ്ങളില്ലാത്ത ഒരു മത്സരമാണ് ഇവിടെ നടക്കുന്നത്. സത്യസന്ധത വിജയിക്കാൻ വളരെ കുറച്ച് സാധ്യതയുള്ള, ഭാഗ്യം വിജയിക്കുന്ന, ബുദ്ധി വിജയിക്കുന്ന ഒരു മത്സരമാണിത്.